ഇവിടെ 2 മണി കണക്കായില്ല. അപ്പോഴവർക്ക് ഈ അസുഖം വന്നത് നേരത്തെ ഉണ്ട്. തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. താൽക്കാലികം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഡോക്ടറൊക്കെ കണ്ട് ഒക്കെ ചെയ്ത് വിടും. പിടിച്ചു നിന്ന് കുറഞ്ഞ മന്ത്സല്ലോ 2-3 മന്ത്സ് തീർക്കാന്ന് പറഞ്ഞ് നിന്ന് അപ്പം ട്രെയിനിങ്ങിന് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചു. അതൊക്കെ കഴിഞ്ഞായിട്ട് പിന്നെ ഇവിടെ കൊണ്ടുപോകും. എനിക്ക് 4 മക്കളായിരുന്നു. 2 ആണും അല്ലെ 2 പെൺകുട്ടികൾ. പെൺകുട്ടികളിൽ ഏറ്റവും ഇളയവളാണ് ബിന്ദു. മറ്റൊക്കെ ചാത്തരായിരുന്നു. അവളപ്പുറം താമസിക്കും. ആ മരുമകരുന്നു. എൻ്റെ മൂത്തമുള്ള മകള് മരുമകന് പോകാനായിട്ട് എനിക്ക് എൻ്റെ മുന്നിൽ അറിയിക്കാം. കൊണ്ടുപോകാനും കൊണ്ടുവരാനും നേഴ്സിങ്ങിന് അഡ്മിഷൻ വാങ്ങാനും അവിടെ കൊണ്ട് ചേർക്കാനും ലീവിന് വരുമ്പോൾ വീട്ടിൽ കൊണ്ടുവരാനും ഇവിടെ നിന്ന് കൊണ്ടുവിടാനും ഒക്കെ നമുക്ക് സഹായില്ല. എന്നും പോക്കും ഛർദിയൊക്കെ വന്നിട്ട് കഞ്ഞുള്ളൂ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? മരുന്ന് തന്നെ കൊടുക്കല്ലേ? കഞ്ഞി ഉടനെത്തി അവിടെ വിളിച്ച് പറഞ്ഞേ ഗിരീഷേട്ടാ ഞാൻ കഞ്ഞി കുടിച്ച് ഞാൻ തൃപ്തിയായി. മന്ത്രി അന്ന് ഫോണിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മുടെ അന്ന് പറഞ്ഞായിരുന്നു. ഫോണിൽ പറഞ്ഞു നാഷണൽ സർവീസ് സ്കീം പറഞ്ഞാൽ കുട്ടികളുടെ സന്നദ്ധ സംഘടന, സാമൂഹ്യ സംഘടന, വിദ്യാർത്ഥികള്. അപ്പോൾ അവര് വീട് പണി പൂർത്തീകരിക്കും. അതിനിപ്പോ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു കോൺട്രാക്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ദുരന്തത്തില് കുട്ടികൾക്കുള്ള ഒരു വിഷമം കൂടി അവര് അറിയിക്കുകയാണ് അന്ന്. അത് ഞങ്ങള് അറിയിക്കാം. NSSന്റെ സ്റ്റേറ്റ് ഓഫീസേഴ്സ് സ്റ്റേറ്റ് NSS ഓഫീസറും MG യൂണിവേഴ്സിറ്റിയുടെ NSS കോർഡിനേറ്ററും ഇവിടെയുണ്ട്. അതുപോലെ നമ്മുടെ MLA ഉണ്ട്. MLA ആശയും സ്റ്റേറ്റ് ഓഫീസറായിട്ടുള്ള അൻസാറും MG യൂണിവേഴ്സിറ്റിയുടെ NSS കോർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ ശിവദാസും ചേർന്ന് അവർ 3 പേരും കൂടി ഈ നിർമ്മാണത്തിന്റെ ചുമതല ഏറ്റെടുക്കാണ്. ഞാനും അതോടൊപ്പം ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമാണ് ഈ വീടിന്റെ പണി പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. നാഷണൽ സർവീസ് സ്കീം കുട്ടികൾ സമാഹരിക്കുന്ന തുകയോടൊപ്പം ഈ പ്രദേശത്തെ നമ്മുടെ കോട്ടയം ജില്ലയിലെ സുമനസ്സുകളായ മനുഷ്യരും സഹകരിക്കും എന്ന ഞാൻ കരുതാണ്. 12,80,000 ഇപ്പോൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ തുക സമാഹരിച്ച് പ്രയാസം കൂടാതെ വീട് പണി ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് ഏവരുടെയും സഹകരണം അഭ്യർത്ഥിക്കാൻ ഈ സന്ദർഭത്തിൽ. മകൾ നഷ്ടപ്പെട്ടു പോയ ഈ അമ്മയ്ക്ക് നമ്മളെല്ലാവരും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾ മനുഷ്യരുടെ നന്മയെ ചേർത്ത് വെച്ച് അതിജീവിച്ചവരാണ് നമ്മൾ കേരളത്തിലുള്ളവർ. ഈ ഘട്ടത്തിലും ഈ അമ്മയോടൊപ്പം ഈശ്വരൻ ചേട്ടൻ്റെ കൂടെ കുട്ടികളുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാറ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കൈമാറാണ്.
കരാറുകാരൻ അജി എന്ന ഈ കോൺട്രാക്ടറാണ് അതിന്റെ പണി നടത്തുന്നത്. 12,80,000 തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ആണ്. ഈ വീട്ടിലേക്ക് കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങി വരേണ്ടതുണ്ട്, നേരെ വരാനുള്ള വഴിയില്ല. അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. പക്ഷെ നമ്മളത് സമയബന്ധിതമായി പൂർത്തീകരിക്കും എന്നാണ് പറയാനുള്ളത്. ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. NSSന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ടുള്ള അൻസാറും MG യൂണിവേഴ്സിറ്റിയുടെ കോർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ ശിവദാസും നമ്മുടെ MLA ആയിട്ടുള്ള ആശയും ചേർന്ന് അവർ 3 പേരും അടങ്ങുന്ന ഒരു കമ്മിറ്റി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യും. ഞാനും അതിൻ്റെ ഒപ്പം ഉണ്ടാവും. NSSന്റെ കുട്ടികൾ സമാഹരിക്കുന്ന തുകയോടൊപ്പം നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള സുമനസ്സുകളായ മനുഷ്യർ ഈ പ്രൊജക്റ്റുമായിട്ട് സഹകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 12,80,000 രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അജി എന്ന പേരുള്ള ഒരു കോൺട്രാക്ടറാണ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്.